ഹായ്, ഞാൻ അദീബ്. റിയൽമി ഇപ്പോൾ രണ്ട് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് അവരുടെ ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ റിയൽമി X2 Pro. ആ ലോഞ്ച് ഇവൻ്റെ തന്നെ അവർ മറ്റൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റിയൽമി 5S. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് റിയൽമി 5 ലോഞ്ച് ചെയ്തത്. അപ്പോഴേക്കും റിയൽമി 5S അവർ ലോഞ്ച് ചെയ്തു. ഇന്നത്തെ ഈ വീഡിയോയിൽ റിയൽമി 5Sനെ കുറിച്ചും റിയൽമി 5S തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് റിയൽമി 5Sൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. റിയൽമി 5ൽ വരുന്ന അതേ കാര്യങ്ങളാണ് റിയൽമി 5Sൻ്റെ ബോക്സിലും വരുന്നത്. ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഒരു സോഫ്റ്റ് സിലിക്കോൺ കേസ്, 5 വോൾട്ട് 2 ആംപിയറിൻ്റെ അഡാപ്റ്റർ, പിന്നെ ഇതിൽ വൂക്ക് 3.0 സപ്പോർട്ട് റിയൽമി ഇതിലും നൽകിയിട്ടില്ല. പിന്നെ ഒരു മൈക്രോ USB കേബിളാണ് നൽകിയിട്ടുള്ളത്. സി ടൈപ്പ് പോർട്ടല്ല വരുന്നത്, ഇതിലും നോർമൽ മൈക്രോ USB പോർട്ടാണ് വരുന്നത്. റിയൽമി 5Sലെങ്കിലും സി ടൈപ്പ് പോർട്ട് നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇതിലും മൈക്രോ USB പോർട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിലൊരു സിം ഇജക്ടർ പിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് മൈക്രോ USB പോർട്ട്, സ്പീക്കർ, പ്രൈമറി മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും ട്രിപ്പിൾ കാർഡ് ട്രൈയും വരുന്നത്. ഡ്യുവൽ നാനോ സിം ആൻഡ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പെൻഡ് ചെയ്യാനും സാധിക്കും. പിന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കൊന്നും നൽകിയിട്ടില്ല. പിന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും ഫിംഗർ പ്രിൻറ്റ് സെൻസറും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബിൽഡാണ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ റിയൽമി 5ഉം റിയൽമി 5Sഉം സെയിം ആണ്. ഒരു ഡിഫറൻസും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പിന്നെ ഇതിൽ 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 89% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. പിന്നെ ഇതിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വിത്ത് ബാറ്ററി 198 ഗ്രാം ആണ്. ഹൈറ്റ് 164.4 mm, വിഡ്ത്ത് 75.6 mm, ഡെപ്ത് 9.3 mm ആണ് വരുന്നത്. പിന്നെ ഇതിലെ പ്രോസസ്സർ എന്ന് പറയുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൺ 665 ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ അഡ്രനോ 610 ആണ് ഇതിൻ്റെ GPU. ആൻഡ്രോയിഡ് 9 പൈയിലാണ് ഇത് റൺ ആവുന്നത്. കളർ 6 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. പിന്നെ ഈ ഫോൺ ഒരു സ്പ്ലാഷ് ടെസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ഇതിൽ വരുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഗൈറോമീറ്റർ, ആക്സലറേഷൻ സെൻസർ. പിന്നെ ഇതിൽ IR ബ്ലാസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ റിയൽമി 5ൻ്റെ അൺബോക്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റ് ലോക്കുമാണ് വരുന്നത്. അതുപയോഗിച്ച് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് റിയൽമി 5Sൽ വരുന്നത്. പിന്നെ ഒരു 8 MBൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MBൻ്റെ പോർട്രേറ്റ് ക്യാമറയും 2 MBൻ്റെ മാക്രോ ലെൻസുമാണ് ഇതിൽ വരുന്നത്. അങ്ങനെ 4 ക്യാമറയാണ് റിയൽമി 5Sൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടു. റിയൽമി 5ഉം റിയൽമി 5Sഉം തമ്മിൽ എന്താണ് വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ആകെ 3 വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ ക്യാമറ. റിയൽമി 5ൽ 12 MB ആണ് പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത്. എന്നാൽ റിയൽമി 5Sൽ 48 മെഗാപിക്സലാണ് പ്രൈമറി ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഡിഫറൻറ്റ് എന്ന് പറയുന്നത് കളറിലാണ് ഡിഫറൻറ്റ് വരുന്നത്. റിയൽമി 5 ക്രിസ്റ്റൽ ബ്ലൂ, ക്രിസ്റ്റൽ പർപ്പിൾ എന്ന 2 കളറിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ റിയൽമി 5Sൻ്റെ കളർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബ്ലൂ, ക്രിസ്റ്റൽ പർപ്പിൾ, ക്രിസ്റ്റൽ റെഡ്, അങ്ങനെ 3 കളറിലാണ് വരുന്നത്. ഒരു റെഡ് കളറും കൂടി അവർ റിയൽമി 5Sൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈസ്. ആദ്യം നമ്മൾ റിയൽമി 5ൻ്റെ പ്രൈസ് നമ്മൾ പറയാം. റിയൽമി 5 ലോഞ്ച് ചെയ്തപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 3GB 32GB വേരിയൻറ്റിന് 9999 രൂപയും 4GB 64GB വേരിയൻറ്റിന് 10,999 രൂപയും 4GB 128GB വേരിയൻറ്റിന് 11,999 രൂപയും ആയിരുന്നു. പക്ഷേ ഈ ദീപാവലി ഓഫർ പ്രമാണിച്ച് അവർ 1000 രൂപ പ്രൈസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും റിയൽമി 5ന് ലോഞ്ച് ചെയ്തപ്പോഴുള്ള പ്രൈസിൽ നിന്ന് 1000 രൂപ കുറവാണ്. ഇപ്പോഴത്തെ റിയൽമി 5ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3GB 32GB വേരിയൻറ്റിന് 8,999 രൂപയും 4GB 64GB വേരിയൻറ്റിന് 9,999 രൂപയും 4GB 128GB വേരിയൻറ്റിന് 10,999 രൂപയുമാണ് വരുന്നത്. ഇനി ഞാൻ റിയൽമി 5Sൻ്റെ പ്രൈസ് പറയാം. റിയൽമി 5Sൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്
4GB 64GB വേരിയൻറ്റിന് 9999 രൂപയും 4GB 128GB വേരിയൻറ്റിന് 10,999 രൂപയുമാണ് വരുന്നത്. അപ്പോൾ ഈ 3 ഡിഫറൻ്റാണ് റിയൽമി 5ഉം റിയൽമി 5Sനുള്ളത്. ഒന്ന് പ്രൈമറി ക്യാമറയുടെ ഡിഫറൻറ്റ് 48 മെഗാ പിക്സലാണ് റിയൽമി 5Sൽ വരുന്നത്. പിന്നെ ഒരു കളർ ഡിഫറൻ്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. റിയൽമി 5Sൽ റെഡ് കളറും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രൈസ്. അപ്പോൾ ഈ 3 ഡിഫറൻ്റാണ് റിയൽമി 5ഉം റിയൽമി 5Sഉം തമ്മിൽ ഉള്ളത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. റിയൽമി പലപ്പോഴും ഫോൺ ലോഞ്ച് ചെയ്യുന്നത് റെഡ്മിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റെഡ്മി ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. ഒന്നല്ല 2 ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. റെഡ്മി നോട്ട് 7, റെഡ്മി നോട്ട് 7 Pro. ഈ ഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയൽമിയും ഒരു ഫോൺ ലോഞ്ച് ചെയ്തു. ഒന്നല്ല 2 ഫോണും അവർ ലോഞ്ച് ചെയ്തു. റിയൽമി 3, റിയൽമി 3 Pro. ഈ റിയൽമി 3 Proൻ്റെ ലോഞ്ചിന് ശേഷം റെഡ്മി ഒരു പുതിയ ഡിവൈസും കൂടി ലോഞ്ച് ചെയ്തു. റെഡ്മി നോട്ട് 7ൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, റെഡ്മി നോട്ട് 7S. ഈ റെഡ്മി നോട്ട് 7ഉം റെഡ്മി നോട്ട് 7Sഉം തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈമറി ക്യാമറയായിരുന്നു. റെഡ്മി നോട്ട് 7ൽ 12 മെഗാ പിക്സലായിരുന്നു പ്രൈമറി ക്യാമറ. എന്നാൽ റെഡ്മി നോട്ട് 7Sൽ 48 മെഗാ പിക്സലായിരുന്നു പ്രൈമറി ക്യാമറ. റെഡ്മി അന്ന് ചെയ്ത അതേ കാര്യമാണ് റിയൽമി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. റെഡ്മി നോട്ട് 7 Proൻ്റെ നെക്സ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 8 Pro. ആ റെഡ്മി നോട്ട് 8 Pro ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റിയൽമി 3 Proയുടെ നെക്സ്റ്റ് ഡിവൈസായ റിയൽമി 5 Pro ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് റെഡ്മി നോട്ട് 8 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ആ റെഡ്മി നോട്ട് 8 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം പണ്ട് റെഡ്മി ചെയ്ത അതേ കാര്യം ഇപ്പോൾ റിയൽമി ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റിയൽമി 5ൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ട് റിയൽമി 5S ലോഞ്ച് ചെയ്തു. ഈ റിയൽമി 5ഉം റിയൽമി 5Sഉം തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് അതിൽ ഡിഫറൻസ്. പണ്ട് നോട്ട് 7ഉം നോട്ട് 7Sഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? 48 മെഗാ പിക്സലായിരുന്നു. അതേ ഡിഫറൻ്റ് ആണ് റിയൽമി 5ഉം റിയൽമി 5Sഉം തമ്മിലുള്ള ഡിഫറൻറ്റ്. റെഡ്മി എന്ത് ചെയ്താലും റിയൽമി അത് കോപ്പി അടിച്ചിട്ട് ചെയ്യും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ രീതി കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ബൈ. തൊണ്ടയിൽ വെള്ളം പറ്റി.